ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുൾ കോൺടാക്ട് കരാട്ടെ ശൈലിയാണ് ക്യോകുഷിൻ. 140ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ക്യോകുഷിൻ വേൾഡ് യൂണിയൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ് എറണാകുളത്ത് നിന്നുള്ള രഞ്ജിത്തും ടേബിയും. കുണ്ടന്നൂരിലെ ക്യോകുഷിൻ കമാൻഡോ ട്രെയിനിംഗ് അക്കാദമിയിൽ കടുത്ത പരിശീലനത്തിലാണ് അവർ. ഒട്ടും മയമില്ലാത്ത അതികഠിനമായ പരിശീലനം, എല്ലു നുറുങ്ങുന്ന ഇടി, അടികൊണ്ട് വീണവൻ തോറ്റു, വീഴ്ത്തിയവൻ വിജയിച്ചു. അതാണ് ക്യോകുഷിൻ. അത്തരമൊരു ക്യോകുഷിൻ വേൾഡ് യൂണിയൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് എറണാകുളത്ത് രണ്ടുപേർ, രഞ്ജിത്തും ടെബിയും. പരമമായ സത്യമെന്നാണ് ക്യോകുഷിൻ എന്ന വാക്കിന്റെ അർത്ഥം. ക്യോകുഷിൻ കരാട്ടെ കേവലം ഒരു ആയോധന കല മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. 1964 ജപ്പാനിൽ മസുദാറ്റ്സു ഒയാമ എന്ന കരാട്ടെ മാസ്റ്ററാണ് ഇത് സ്ഥാപിച്ചത്. സുരക്ഷാ കവചങ്ങളില്ലാതെ പരസ്പരം നേരിട്ട് പ്രഹരിച്ച് എതിരാളിയെ പരാജയപ്പെടുത്തുകയാണ് രീതി. ഇന്ന് ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ പരിശീലിക്കുന്ന ഏറ്റവും വലിയ ആയോധന കലാ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണിത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ക്യോകുഷിൻ വേൾഡ് യൂണിയൻ ചാമ്പ്യൻഷിപ്പിൽ ഇത്തവണ ലോകം മലയാളി കരുത്തെറിയും. എറണാകുളത്ത് നിന്നുള്ള രഞ്ജിത്തും ടെബിയും 140ഓളം രാജ്യങ്ങൾ അണിനിരക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കും. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പാണ്. ക്യോകുഷിൻ വേൾഡ് യൂണിയൻ എന്ന് പറഞ്ഞ 130ഓളം രാജ്യങ്ങളിൽ ഉള്ള മാർഷൽ ആർട്സ് ടോക്കിയോ, ജപ്പാനിലാണ് ഈ മാർഷൽ ആർട്സ് നടക്കുന്നത്. 2013 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, 2015 ഷിൻ ക്യോകുഷിൻ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് UAE, ഷാർജ 2017 ഞാൻ ചെയ്തിട്ടുണ്ട്. ടൂർണമെൻറ്റ് വളരെ വിജയമായിരിക്കും, അടിപൊളിയായിരിക്കും, വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറേ ടെക്നിക്സ് പഠിക്കാൻ പറ്റും. ലെജൻഡറി ആയിട്ടുള്ള കുറേ സാർമാർ നമ്മളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരു 5 കൊല്ലത്തേക്കുള്ള ഒരു ക്ലാസ് ഇവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ സ്കില്ലും ടെക്നിക്സും ലോക്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള നമുക്ക് കണ്ടന്റ് അവിടെ നിന്ന് കിട്ടുന്നതാണ്. മറ്റു പല കരാട്ടെ ശൈലികളെക്കാളും കഠിനമായ പരിശീലനമാണ് ഇതിലുള്ളത്. കഠിനമായ വ്യായാമങ്ങളിലൂടെ ശരീരത്തെ ഉരുക്കുപോലെ ദൃഢമാക്കുന്നതിന് ഈ ശൈലി വലിയ പ്രാധാന്യം നൽകുന്നു. ക്യോകുഷിൻ കരാട്ടെ കേവലം ഒരു ആയോധന കല മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. സ്വയം നിയന്ത്രിക്കാനും കഠിനാധ്വാനം ചെയ്യാനും ഇത് പഠിപ്പിക്കുന്നു. വെല്ലുവിളികളെ നേരിടാനുള്ള മാനസിക കരുത്ത് ഇത് നൽകുന്നു. ഇത് പഠിച്ച പിന്നെ നല്ലോണം പവർഫുൾ ആവാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ തമിഴ്നാട്, ബാംഗ്ലൂർ നാഷണൽ ഫൈറ്റ്സിനൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാനും നമുക്ക് അതിലുപരി പറ്റും. ആസ് എ വുമൺ എനിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മാർഷൽ ആർട്സ് പഠിച്ചതിന് ശേഷം ഒത്തിരി ഇപ്പം മൈൻഡിനാണെങ്കിൽ പോലും ഒരു പവർഫുള്ളായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ ഡിസിഷൻ എടുക്കണം എന്നുള്ള രീതിക്കും ഇതിനെ പേടിയില്ല. നമുക്കൊരു കാര്യം അറിയാം എന്നുള്ളതിൻ്റെ ധൈര്യത്തിൽ നമുക്ക് നടന്നു പോവാം എവിടെയാണെങ്കിലും. രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമായി വിവിധ സേനാ വിഭാഗങ്ങൾക്കുൾപ്പെടെ പരിശീലനം നൽകിയിട്ടുണ്ട് രഞ്ജിത്ത്. ജനം, കൊച്ചി.